തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 5.5 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കുട്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്താണ് സംഭവം. ശിശുക്ഷേമ സമിതിയിൽ 5.5 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കുട്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 5.5 മാസം പ്രായമുള്ള കുട്ടി പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു. ഇപ്പോൾ വിഷ്ണു കരുണാകരന്റെ വിശദാംശങ്ങളുമായി. വിഷ്ണു, എങ്ങനെയാണ് സംഭവം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിനായി ഇന്ന് രാവിലെയാണ് ശിശുക്ഷേമ സമിതിയിലുള്ള 5.5 മാസം പ്രായമുള്ള കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആശുപത്രിയിൽ വെച്ച് ഏകദേശം 2.5 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞ് മരിച്ചത്. തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഏതായാലും അത് പോസ്റ്റ്മോർട്ടം വന്നതിന് ശേഷം മാത്രമാണ് മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഏതായാലും നിലവിൽ ഈ മരണത്തിന് ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കുഞ്ഞിനെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശിശുക്ഷേമ സമിതിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു മാസത്തിനിടയിൽ തന്നെ ഫെബ്രുവരി 28-ന് മറ്റൊരു കുഞ്ഞ് ഇവിടെ മരണപ്പെട്ടിരുന്നു. 1.5 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞ് മരണപ്പെട്ടത് ഇവിടെ മരണപ്പെട്ടിരുന്നു. 1.5 മാസം പ്രായമുള്ള കുഞ്ഞായിരുന്നു. ഏകദേശം 1-2 ആഴ്ച ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് ശിശുക്ഷേമ സമിതിയുടെ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞ് മരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ മരണമാണ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതര വീഴ്ചയാണോ നടക്കമുള്ള പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ശ്വാസം തടസ്സമുണ്ടായതിനെ തുടർന്നാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. ഏതായാലും ഇനി മറ്റു കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അതിരാ ശരി, വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ മണ്ഡല